ദീപാവലിയുടെ പ്രത്യേകതകൾ സവിശേഷതകളൊക്കെ പറയാം. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, തിന്മയ്ക്ക് മുകളിലെ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആഘോഷിക്കാറുള്ളത്. അങ്ങനെ പലതരം ആഘോഷങ്ങളുണ്ട്. ദീപാവലിയും അങ്ങനെ ഒരു ആഘോഷമാണ് കേട്ടോ. അസത്തോമ സദ്ഗമയ എന്ന് പറയാറുണ്ട്. തമസോമ ജ്യോതിർഗമയ, അതാണ് ദീപാവലിയുടെ വേദവാക്യമായിട്ട് വരുന്നത്. അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മുടെ എല്ലാ ഗ്രഹങ്ങളിലും നിറയെ ദീപങ്ങൾ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ട് അത്രയും ദീപാലങ്കാരം എന്ന് പറയുന്നത് ദീപാവലിയുടെ ഒരു പ്രത്യേകതയാണല്ലോ. ദീപാവലി എന്ന് മനസ്സിൽ വരുമ്പോൾ തന്നെ ആദ്യം നിറയെ കൊളുത്തി വെച്ച ദീപങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അത് തന്നെയാണ് കേട്ടോ പ്രത്യേകത. ആ ഒരു വെളിച്ചം കൊളുത്തുന്നത് കൊണ്ട്, ആ ദീപം കൊളുത്തുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ അന്ധകാരത്തെയും ഇരുട്ടിനെയും മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ദീപാവലിയുടെ ദിവസം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അല്ലേ. പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയാറുണ്ട്. കേരള സമ്പ്രദായത്തിൽ ദീപാവലി അത്ര വലിയ ഒരു ആഘോഷമായിട്ടൊന്നും ആഘോഷിക്കാറില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് അതിവിപുലമായിട്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കുന്ന പോലെയാണ് അവർ ദീപാവലി ആഘോഷിക്കുക. അതുകൊണ്ടാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത്. പടക്കം പൊട്ടിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും ആ ഒരു വെളിച്ചത്തിന്റെ ആഘോഷം എന്ന് പറയാം. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് പറയും. വെളിച്ചത്തിന്റെ ആഘോഷമാണ്. നമ്മുടെ എല്ലാവരിലേക്കും വെളിച്ചം നൽകുന്ന ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും ദീപാവലിയെ കാണുന്നത്. അപ്പൊ ദീപാവലിക്ക് ഐതിഹ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതിലൊന്ന് ഭഗവാൻ നരകാസുരനെ വധിച്ച ആ ഒരു ദിവസമായിട്ടാണ് പറയണത്. ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നരകാസുര വധം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നരകാസുരനെ വധിച്ചിട്ട് ആ യുദ്ധമൊക്കെ ഗംഭീര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ദ്വാരകയിലുള്ള എല്ലാവരും ഭഗവാനെ നന്നായി സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ വിജയിച്ച് വരികയാണല്ലോ. അപ്പൊ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ മധുര പലഹാരങ്ങളൊക്കെ നൽകിയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഭഗവാനാണെങ്കിലോ ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നന്നായി ക്ഷീണമൊക്കെയായി, ആ രക്തവും ഒക്കെ ദേഹത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ വരുന്നത്. അപ്പൊ ഇതെല്ലാം മാറ്റാനായിട്ട്, ആ ക്ഷീണമൊക്കെ മാറാനായിട്ട്, ഒപ്പം ദേഹത്തുള്ള അഴുക്കുകളൊക്കെ കഴുകി കളയാനായിട്ട് നന്നായി എണ്ണ തേച്ച് കുളിച്ചു എന്ന് ഭഗവാൻ. നന്നായി എണ്ണ തേച്ച് കുളിച്ചു. അപ്പോൾ ദീപാവലിയുടെ ദിവസം നമ്മളും എണ്ണ തേച്ച് കുളിക്കണം എന്നാ പറയാ. സാധാരണ കറുത്തവാവിനാണല്ലോ ദീപാവലി വരാറ്. അപ്പൊ സ്വതവേ കറുത്തവാവിന്റെ അന്ന് എണ്ണ തേച്ച് കുളി പതിവില്ല. പക്ഷെ ദീപാവലിയുടെ അന്ന് എണ്ണ തേച്ചുകൊണ്ട് കുളിക്കണം എന്നാണ് പറയണത്. കാരണം ഭഗവാൻ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ ചെയ്യാട്ടോ. നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കാം. പിന്നെ അതിന്റെ പുറകിൽ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. ഈ ദീപാവലിയുടെ ദിവസം ഈ എണ്ണയിൽ, നമ്മൾ തേക്കുന്ന എണ്ണയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുത്രേ. അതേപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ആ ഒരു ജലത്തിൽ ഗംഗാദേവിയുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന പറയാം. അപ്പൊ ആ ഒരു കാരണം കൊണ്ടും എണ്ണ തേച്ച് കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ ഈ ദീപാവലി ദിവസം. അപ്പൊ അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യുന്നതാണ് പറയുന്നത്. ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇത്രയൊക്കെ ആ ഒരു പ്രാധാന്യം ആ ഒരു ദിവസത്തിനുണ്ട്.